ഹലോ. എനിക്കിവിടെ മറ്റേ വീട്ടിൽ വരുന്ന പോലാണ് ഗൈസ്. ഇത് ഗ്രൂമിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ഹാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സാരി എടുക്കുക ചേച്ചി. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനലക്ഷ്മി. എൻ്റെ സൗണ്ട് ചെറുതായിട്ട് ഇന്ന് പോയിരിക്കുക, അടഞ്ഞിരിക്കുക, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ഇപ്പം എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ഉണ്ട സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് ആക്ച്വലി എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറേ അധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. കല്യാണത്തിൻ്റെ കുറേയധികം പ്രിപ്പറേഷൻസ് ചെയ്ത് തീർക്കാനുണ്ട്. ഇവിടെ ഹൗസ് വാമിങ് ആവാറാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് എന്താ പറയുക, ഇപ്പോൾ ഇൻറ്റീരിയറിൽ നമ്മൾ വെക്കണ കുറേ സാധനങ്ങൾ, പിന്നെ കർട്ടൻസ്, ബ്ലൈൻഡ്സ്, ഡോർമാറ്റ്സ്, കാർപ്പറ്റ്സ്, അവിടുത്തെ സോഫകൾ, ഇത് നമ്മളങ്ങനെ ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ടൊന്നും അവിടെ ഇല്ല. എല്ലാം ഞങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യേണ്ട. ലാസ്റ്റത്തെ ഒരു സെറ്റിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ യൂഷ്വലി എപ്പോഴും എനിക്കിങ്ങനെ കൺഫ്യൂഷനുള്ള സമയത്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ കൺഫ്യൂഷനുള്ള സമയത്ത് ഇതാണ് എൻ്റെ ബുക്ക്. ഞാൻ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വെക്കും. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ പേജ് എടുത്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിട്ട് കഴിയുന്ന ഞാൻ ടിക്ക് ചെയ്ത് പോകും. പിന്നെ ഈവൻ ഷോർട്സിൽ ഞാൻ വീഡിയോ ചെയ്യണ സമയത്ത് ഇപ്പം നമ്മൾ വോയിസ് ഓവർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വോയിസ് ഓവറിന് പോലും ഞാൻ ഇതുപോലെ കുനുകുനാന്ന് എഴുതി വെച്ചിട്ട് പിന്നെയും വെട്ടി പിന്നെയും തിരുത്തിയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നും നമുക്കിപ്പം ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സാരി നോക്കാൻ പോകാനുണ്ട്. അപ്പം ഞാൻ ജോയലിനെ വിളിച്ച് പറഞ്ഞു നമ്മൾ എം ലോഫ്റ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിച്ചേട്ടൻ്റെ വെഡ്ഡിങ് ഡേയിൽ എന്തൊക്കെയാണ് ഇടുന്നതെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എം ലോഫ്റ്റ് ലെഹർ ഉണ്ട്. ലെഹർ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രൂംസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് പോകണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓർണമെൻറ്റ്സ്, ഫാൻസി ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. ഇന്നത്തെ ഒരു ദിവസം നല്ലപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ദിവസത്തെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് എല്ലാവരും. ഇന്നും അച്ഛനില്ല, അച്ഛൻ അവിടെ പണിയുടെ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ അച്ഛൻ ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലേ വെച്ചിട്ടാ. എനിക്കിവിടെ മറ്റേ വീട്ടിൽ വരുന്ന പോലാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ജോയലിനെ അറിയാത്ത ആരും കാണത്തില്ലല്ലോ. അങ്ങോട്ട് തട്ടി വൈകിട്ട് എന്താ പരിപാടി, അതിനനുസരിച്ച് ഞാൻ കൂടുതൽ തട്ടിവിടാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ഡിസൈനിങ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അമ്മയ്ക്കും എനിക്ക് 2-3 സാരീസ് നോക്കാം. പിന്നെ എന്തായാലും ജോയൽ പുതിയൊരു ഗ്രൂംസിന് വേണ്ടിയിട്ട് എം ലോഫ്റ്റ് ലെഹർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ ഇന്ന് പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ജോയൽ വരും. ഇനോഗ്രേഷന് ഫസ്റ്റ് സാധനം കൊടുത്തത് മിത്ര ചേട്ടനാണ്. നല്ല ഐശ്വര്യമുള്ള മനുഷ്യനാണോ, നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മൾ അതായത് 30 ദിവസം ആയിട്ടില്ല ഇതുവരെ. 35 വെഡ്ഡിങ് ഗ്രൂംസിന്റെ കഴിഞ്ഞു, 35 എണ്ണം കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു ഗ്രൂം ഉണ്ണിച്ചേട്ടനും റെഡി ആയിരിക്കുകയാണ്. നമുക്കിവിടെ ജസ്റ്റ് ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് ബ്രൈഡിന്റെ കളറ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ടുള്ള കളേഴ്സാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കൂടുതലും. ഇതൊന്ന് നോക്കി നോക്കാം. പീകോക്ക് ബ്ലൂവിൽ റാണി പിങ്ക്. ഇത് ഇങ്ങനെ ചെറിയ നമുക്ക് ബോക്സ് ഡിസൈൻസ്, ജോമെട്രിക്കൽ ബോക്സ് ഡിസൈനിൽ തന്നെ ഡബിൾ കളർ വ്യൂ വരും. നമ്മളിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാമോ, ഒരു സ്പെഷ്യൽ സാരിയാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ വലിയ ബോർഡർ അല്ല, വീതി കൂടുതലില്ല ബോർഡർ. അപ്പൊ പ്ലീറ്റ് ചെയ്താലും ഇപ്പൊ ഹാൻഡ് പ്ലീറ്റഡ് ആയിട്ട് വന്നാലും ഭംഗിയായിരിക്കും ഇങ്ങനത്തെ ഒരു സാരി വരുമ്പോൾ. പിന്നെ ഇത് കോൺട്രാസ്റ്റ് ഇല്ലാതെ റോസ് ഗോൾഡ് സാരി. എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും കാണുന്നത് കോപ്പർ സെറിയാണ്. റാണി പിങ്കിൽ എപ്പോഴും നമ്മൾ കാണുന്നത് ഒരു കോപ്പർ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സെറിയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അല്ലെങ്കിൽ ഗോൾഡൻ സെറി അല്ലെങ്കിൽ കോപ്പർ സെറിയാണ്. ഇത് അതിൻ്റെ ലേറ്റസ്റ്റ് വരുന്നത് റോസ് ഗോൾഡ് സെറി എന്ന് പറയുന്ന സെറി വരും. ചോക്കർ ബോർഡർ എന്ന് പറയും. രണ്ട് മാറിയിട്ടിരിക്കുന്ന പോലെ ആ ഒരു കൺസെപ്റ്റിൽ വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും, പ്ലെയിൻ വന്നിട്ട് ബോർഡർ വരും. ഇതും നല്ലൊരു കളറായിരിക്കും. വെച്ച് നോക്കാം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. ഇത് എനിക്ക് ഇങ്ങനത്തെ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ. അങ്ങനെയൊന്നുമില്ല. ഇത് ബ്ലൂവിൽ നേവി ബ്ലൂ ബ്ലെൻഡഡ്. ഇത് ഇങ്ങനത്തെ ഒരു കളറ് ഞാൻ എൻ്റെ കല്യാണത്തിന് വന്ന് ഉടുത്ത് നോക്കിയിട്ട് ഉണ്ണിച്ചന് ഭയങ്കര സങ്കടമാണ്. ഞാൻ അതിട്ട് എന്നിട്ട് പിന്നത്തെ പച്ച എടുത്തു, ലൈറ്റ് പച്ച. നമ്മൾ ഈ ബ്ലൂ
ബോർഡർ ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കത്തില്ല. സൈലന്റ് ബോർഡറിന്റെ കാറ്റഗറിയിലാണ് ഈ ഒരു സാരി മാത്രം വന്നിരിക്കുന്നത്. ബാക്കിയുള്ളതിലെല്ലാം ബോർഡർ കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്ന വിധത്തിൽ വരും. ഈ കളേഴ്സ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ, നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഡബിൾ കളർ ആണോ? ഇതും ഡബിൾ കളർ വീവാണ്. പ്രിന്റഡ് നമ്മുടെ ഓർഗൻസയിലും ജോമെട്രിക്കൽ മോട്ടീവ്സിലും ഒക്കെ പ്രിന്റഡ് സാരിയുടെ പോലത്തെ വരുന്ന കാഞ്ചീപുരം സാരി. ഇത് ബനാറസി സാരിയാണ്. ബനാറസി സാരി അവിടുന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ബനാറസി സാരി. റെഡ് കോമ്പിനേഷൻ, അതായത് ഇങ്ങനത്തെ റെഡാണ് നമ്മുടെ മറ്റേ റെഡ്. അപ്പം കോമ്പിനേഷൻ വൈസ് നല്ലതാണ്, ഇഷ്ടമാണെങ്കിൽ നോക്കാം. പെണ്ണിന്റെ കളർ ബ്ലൗസിൽ മാത്രമല്ലേ എടുത്തുള്ളൂ. പക്ഷെ എന്നാലും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ടൈപ്പ് സാധനം. അതെ, എൻറ്റയർലി ഡിഫറെന്റ്. ഇത് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് നമുക്ക് ജസ്റ്റ് 2-3 വെച്ച് നോക്കാം ചോലെ. എൻ്റെ കല്യാണത്തിന് ആക്ച്വലി അമ്മയുടെ സാരി ഞാൻ എടുത്ത എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വെറുതെ പോയി, എനിക്ക് വന്നത് മഹാലക്ഷ്മിന്നോ അങ്ങനെ ഏതാണ്ട് ഞാൻ അവിടെ റാൻഡമായിട്ട് കണ്ടൊരു സാരി എടുത്തുകൊണ്ട് കൊടുത്തു, അതെടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ അമ്മ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നിന്നിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ഒരു സാരി എടുക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും പോയി എടുത്തുകൊണ്ട് വരും, അമ്മ അതിൽ അമ്മയ്ക്ക്. അതെ, അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ നിങ്ങളുടെ മുഴുവൻ പിന്നിലെ ശക്തി സാരി എടുക്കുക ചേച്ചി. എനിക്ക് തോന്നുന്നു എല്ലാ കളറും നല്ലപോലെ ചേരും അല്ലേ? സുന്ദരി ആയതുകൊണ്ട് നാച്ചുറൽ ബ്യൂട്ടി. അതെ അതെ അതെ. ഞങ്ങളുടെ ഫാമിലി തന്നെ ഏകദേശം നല്ല. ഇപ്പൊ ജോയലാണ് അവിടുത്തെ മൂത്ത ആള്, അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ, ഇളയത് നമ്മുടെ അമ്മുക്കുട്ടി, അതുപോലെ തന്നെ ഞാൻ. അച്ഛന്മാരും എനിക്ക് തോന്നുന്നു ഏകദേശം സിമിലർ ആണ്. അമ്മമാരാണ് സൈലന്റ് ആണ്, പക്ഷേ അത് സൈലന്റ് ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ആണ്. സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മദേഴ്സ് ഡേക്ക് ഞാനൊരു വീഡിയോ ഇറക്കിയായിരുന്നു. അമ്മയുടെ കബോർഡ് 1500-2500 രൂപയുടെ മേളിലേക്ക് അമ്മയ്ക്ക് സാരി വളരെ കുറവാണ്. പിന്നെ ഉടുത്തിട്ടുണ്ട് അമ്മയുടെ മനസ്സമ്മതത്തിന്റെ സാരി. അപ്പൊ ഞാൻ നമുക്ക് സ്വന്തമായിട്ട് കട ഉണ്ടെങ്കിൽ പോലും അമ്മ എടുക്കാൻ സമ്മതിക്കത്തില്ല. എടുത്തോണ്ട് പോയി കൊണ്ട വെച്ചാലും തിരിച്ചു കൊണ്ടുപോകും. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഈ ചെറുക്കനോട് ചോദിക്കണം, അതാ പ്രശ്നം. ചെറുക്കൻ വന്ന് അപ്രൂവൽ എടുത്താല് ചെറുക്കൻ അവിടെ ഭ്രാന്ത് പിടിച്ച് നടക്കുവാണോ എന്നൊരു സംശയം. ഹലോ. ഞാൻ പറഞ്ഞത് അച്ഛൻ ഏത് കളർ ഇഷ്ടപ്പെടും? വേണ്ടേ? അതെ, ഇങ്ങനത്തെ ആണോ വേണ്ട? ലാവൻഡർ ലൈറ്റോ? നമുക്ക് നോക്കാം, നോക്കിട്ട് ഞാൻ വിളിക്കാവേ. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ദർശനയുടെ ബ്ലൗസിന്റെ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഇതുവരെ നമ്മളത് ചെയ്തിട്ടില്ലായിരുന്നു. സാരി എടുത്തിപ്പോൾ എനിക്കൊന്ന് 1 മാസത്തിന് 1.5 മാസം 2 മാസത്തേക്ക് ഏകദേശമായി. അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. എങ്ങനെ നെക്ക് നല്ല വൈഡ് ആയിട്ട് വേണോ അല്ലെങ്കിൽ കുറച്ച് മീഡിയം വിസിബിൾ ആവണോ? കുറച്ച് അന്ന് ഹെയർ ഓപ്പണാ അല്ലേ വരുന്നത്? അതിന് ഹെയർ ഓപ്പണാ. ഈ ഗോൾഡൻ സാരിക്ക് ഹെയർ ഓപ്പണാ. ബാക്ക് ഇത് വേണമെങ്കിൽ കുറച്ച് കയറ്റി വന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അധികം വിസിബിളും അല്ല. അപ്പൊ ഇവിടുത്തെ ഒരു പാറ്റേൺ തന്നെ, ഒരു ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ വരുന്ന ആ ഒരു പാറ്റേൺ തന്നെ ബാക്കിൽ ഈ ഒരു പോർഷൻ വരുന്നില്ലേ, അത് കണ്ടോ? ഒരു അൺഈവൻ ഷേപ്പിൽ വരുന്നേ, ഒരു പ്ലാന്റ്സ് പോകുന്ന പോലെ ആ ഒരു ഷേപ്പിൽ വന്നിട്ട് ഇത് ഇറക്കാതെ തന്നെ നമുക്ക് കുറച്ച് കയറ്റി എടുത്തിട്ട് വൈഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇവിടെ അധികം ഹാൻഡ് വർക്ക് കൊടുക്കാതെ നമുക്ക് ഈ ഒരു ബോർഡേഴ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ.
അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ബ്ലൗസിൻ്റെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ 2 പേര് നിപ്പുണ്ട്. എൻ്റെ മന്ത്രകോടിയുടെ ബ്ലൗസ് ചെയ്തത് അമലയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ അന്ന് സമയമൊന്നും ഇല്ലായിരുന്നു. അമല കണ്ടുപോലും ഇല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. കല്യാണത്തിനായിരിക്കും ഞാൻ എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് കണ്ടത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഡിസൈനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളൊരു ജൂൺ 10th നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് എത്ര രണ്ടാഴ്ചയുണ്ട്. കുഴപ്പമില്ല, ഒരു ദിവസം കൊണ്ട് ചെയ്യണമെങ്കിൽ പിന്നെ അത് എൻ്റെതൊന്നും പറയാതിരിക്കുന്നതാണല്ലേ നല്ലത്. ഓട്ടമായിരുന്നു എൻ്റെതിന്. ലാസ്റ്റ് ഒരു 11 മണിയായപ്പോൾ ജോലി വിളിച്ചിട്ട് ഒരു ബ്ലൗസ് വേണ്ടേ, നാളെ കല്യാണമല്ലേ വേണ്ടേ, ഞാൻ വേണം കൊണ്ടുതരുമെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ട്രയലൊക്കെ ചെയ്ത് പക്ഷെ പെർഫെക്റ്റ് ആയിരുന്നു, ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഇനി ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവരുടെ തന്നെ ലെഹറുണ്ട്, അവിടെ പോയിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ കുർത്തയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. പോയിട്ട് വരാം, ടാറ്റ. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ സാരിയും ബ്ലൗസും എല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ ഉണ്ണിച്ചേട്ടൻ നമ്മുടെ ഗ്രൂമിലേക്ക് കടക്കേണ്ട ഒരു ടൈം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ജോയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എംലോഫ്റ്റ് ലെഹറിലാണ്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഇനോഗ്രേഷൻ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. അത് തന്നെ നല്ല മഴയായിരുന്നു. മഴ പെയ്യെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വരെ നിന്ന് ഫുള്ള് കണ്ടിട്ടാട്ടോ ഞാൻ കയറിയത്. ഞാൻ ഫുള്ള് മഴ നനഞ്ഞാ കയറിയത്. അപ്പൊ എന്തായാലും ഈ ഒരു പുതിയൊരു സംഭവം എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട ഒരു കാര്യമാണ്. നല്ല നമ്മുടെ സെന്ററിൽ തന്നെ ചനശ്ശേരിയുടെ ഏകദേശം സെന്ററിലായിട്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഭയങ്കര ലുക്കാന്ന് വെളിയിൽ നിന്ന് കാണുമ്പോൾ. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റുമോ അത് അകത്തോട്ട്. അങ്ങോട്ട് കയറുമ്പോഴേ കാണാൻ പറ്റും. നല്ല ഗോൾഡൊക്കെ അടിച്ച് അവിടെ വെളിയിൽ നിൽപ്പുണ്ടെന്ന്. ചേട്ടാ ഇങ്ങനെയാണോ പറഞ്ഞു? നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആസ് എ ഹിന്ദു ഗ്രൂപ്പ് പ്രത്യേകിച്ച് ഒരുപാട് ഓപ്ഷൻസ് വരുന്നില്ല. ഒരു ക്രീം അല്ലെങ്കിൽ വൈറ്റ് എന്തെങ്കിലും പരിപാടി തന്നെ. നമുക്ക് ഈ പച്ചയും മഞ്ഞയും നീലൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഉണ്ണിച്ചേട്ടനോട് ചേരുന്നു. കാരണം എന്താ വെച്ചാൽ ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കാത്തതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഒരു ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓഫ് വൈറ്റ് ടു ബേജ് കളർ തന്നെ ആയിരിക്കും എന്തായാലും ഒരു ഹിന്ദു ഗ്രൂമിന്. കാരണം നമുക്ക് ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്ക് പേസ്റ്റൽ ബ്ലേസറിൽ ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, പേസ്റ്റലിലും അല്ലാതെയൊക്കെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു റോയൽ ലുക്ക് ഹിന്ദു ഗ്രൂമിന് കിട്ടുന്നത് ഈ പറയുന്നത് ഒരു അപ് ടു ഗോൾഡൻ വരെ ഷെയ്ഡുകൾ വരാം. ഒരു ഓഫ് വൈറ്റ് ടു ഒരു ഗോൾഡൻ ഷെയ്ഡ് വരെ, ബേജ് ഗോൾഡൻ വരെ ഉള്ള ഷെയ്ഡുകൾ. നമുക്ക് 2 ലുക്കുകളാണ് നമുക്ക് ഇപ്പം നമ്മളുടെ ഇത് വെച്ചിട്ട് താലി കെട്ടുന്ന സമയത്ത് അമ്പലത്തിലേക്കുള്ള ഒരു ലുക്കും നമ്മുടെ ഓഡിറ്റോറിയത്തിലുള്ള കല്യാണത്തിൻ്റെ. അപ്പം നമുക്ക് ഫസ്റ്റ് ലുക്കിൽ ഒരു ഷർട്ടിൻ്റെ എന്ന് വെച്ചാൽ രണ്ടും അതിൽ മാത്രം വ്യത്യാസം പെടുത്തിയാലോ. മറ്റത് നമ്മൾ സെറ്റ് സാരിയുടെ ഒരു സ്റ്റൈലിലല്ലേ. അപ്പം ഫസ്റ്റ് വരുന്നത് നമുക്ക് റോസ് സിൽക്കിൽ ഒരു ഷർട്ട് ഒരു അങ്ങനെ നോക്കാം. രണ്ടാമത്തത് ഒരു ജുബയിൽ നമുക്ക് നോക്കാം, നമുക്ക് എത്ര ഹാൻഡ് വർക്കിൻ്റെ ഒക്കെ പോസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. വാ. ഇവിടെ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഇതിനകത്തൊന്ന് ഫാബ്രിക് എടുത്ത് തയ്പ്പിക്കാൻ വരും. ഇത് ബനാറസി ഒരു ഫാബ്രിക്കാണ്. ഇങ്ങനെ ഭയങ്കര ബഹളമില്ല, പക്ഷെ ഒരു ഡിസൈനർ ഫാബ്രിക്കാണ്, പക്ഷെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് ഹാൻഡ് വർക്കിൻ്റെ ഒന്നും ആവശ്യം വരികയില്ല. ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഫാബ്രിക്കുകൾക്ക്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹിറ്റാണ് ഈ ബനാറസി ഫാബ്രിക്ക്. നമ്മളുടെ ഗ്രൂമിന് ഇത്രയും നാളും ബനാറസി ഫാബ്രിക്സ് നമുക്ക് ലേഡീസിനാണ് നമ്മൾ കൂടുതലും കണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു മനീഷ് മൽഹോത്രയുടെ ഒരു സീസൺ, ഈ സീസണിൻ്റെ ഒരു ഫാഷൻ ഷോ ബനാറസി വെച്ചിട്ട്. അപ്പോൾ അതിനകത്ത് ഉള്ളൊരു കുർത്തയുടെ അവരുടെ മുഴുവൻ ആ സീരീസിൽ വന്നിരുന്നത് ഈ പറഞ്ഞതുപോലെ ബനാറസി കുർത്തയുടെ. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതലും ഗ്രൂംസ് വരുന്നത് ഈ ഒരു റെഫറൻസ് വെച്ചിട്ടാണ്. അപ്പം ചേട്ടന് ഇങ്ങനത്തെ ഫാബ്രിക്കുകൾ താല്പര്യമാണെങ്കിൽ നമുക്കിങ്ങനെ നോക്കാം. ഇത് കുറച്ചും കൂടെ ട്രഡീഷണൽ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്, ഇങ്ങനത്തെ മോട്ടീവ്സ് വരുന്നത്. ഇത് കുറച്ചും കൂടെ കണ്ടംപററി സ്റ്റൈലിൽ വരും. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഇതായിരിക്കാനാണ് സാധ്യത. കാരണം ഇതിനകത്ത് ആ മോട്ടീവ്സ് വല്ലാണ്ട് എടുത്ത് നിൽക്കുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് മോട്ടീവ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നത് ഇതുപോലത്തെ അത്ര ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പക്ഷേ മോട്ടീവ്സ് ഉണ്ട്. ഓവറോൾ നോക്കുമ്പോഴത്തേന് കുറച്ചൊരു ഗ്രാൻഡ് ലുക്ക് കിട്ടുന്ന ഒരു ഫാബ്രിക് ആയിരിക്കും ഇത്. കാരണം ഇതിനെപ്പറ്റി ഒരു ഐഡിയ
ഇല്ല. പെങ്ങൾക്ക് ഉണ്ടല്ലോ ഐഡിയാസ് മുഴുവൻ. നമുക്കിപ്പോ പെണ്ണുങ്ങളുടെ സാരി, ബ്ലൗസ് ഡിസൈന് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഉണ്ണിച്ചേട്ടനെ തന്നെ ചേഞ്ച് ഓഫ് ഡ്രസ്സ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എന്ത് ഞാൻ ചെയ്യും എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് എൻ്റെ കല്യാണത്തിന് അനീഷേട്ടൻ ഒറ്റ കുർത്തയായിരുന്നു ഫുൾ. എന്നുവെച്ചാൽ ഞാൻ ഓർത്തു ഞാൻ ഏത് കളർ കൊടുത്താലും ഗോൾഡൻ അതിൻ്റെ കൂടെ പോകും. അപ്പൊ എനിക്ക് സെയിം കളർ ഇടുന്നതോട് എനിക്ക് അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അനീഷേട്ട വെറുതെ നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യേണ്ട, ആ ഒരു കുർത്ത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് ത്രൂ ഔട്ട് 3 ഡ്രസ്സ് ഞാൻ മാറിയപ്പോഴും അനീഷേട്ടൻ ഒരു കുർത്ത തന്നെയായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫാബ്രിക് വെച്ച് നോക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെച്ച് നോക്കിയിട്ട് ഹാൻഡ് വർക്കിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ഹാൻഡ് വർക്ക് ഇതിനകത്ത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ചിലപ്പോൾ ചെയ്താൽ അത് ഇച്ചിരി കൂടി പോകാനും സാധ്യതയുണ്ട്. മറ്റേ ഇപ്പം നമുക്ക് കല്യാണത്തിൻ്റെ അത് പ്ലെയിൻ ആയതുകൊണ്ട് അതിനകത്ത് എവിടെയെങ്കിലും ഹാൻഡ് വർക്ക് വന്നാലും നല്ലതായിരിക്കും. വെച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. സ്റ്റാൻഡേർഡ് അല്ലേ? നോക്കിയേ, അതിന്റെ ആവശ്യമുള്ളൂ. ഒത്തിരി ഓവറാക്കി നമുക്ക് വേണമെങ്കിൽ കോളറും ഇത്രയും ഭാഗം മാത്രം വേണമെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. വേറെ എവിടേക്കും വർക്ക് വേണ്ടായിരിക്കും, അത്രയും ചെയ്യാം. എന്ത് എളുപ്പമുണ്ട്. പെണ്ണുങ്ങൾക്കാണെങ്കിൽ 10,000 സാരി നോക്കണം. ഇതാകുമ്പോ പരിപാടി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടല്ലോ? ഓക്കെ ബൈ, കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞില്ലേ? ആദ്യമായിട്ടൊരു പരിപാടി എന്തൊരു എളുപ്പമുണ്ടായിരുന്നു. ഞാൻ അനീഷേട്ടൻ്റെ പോലും ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഞങ്ങൾ എത്ര സ്ഥലത്ത് പോയി, ഞാനും അനീഷേട്ടനും കൂടെ അവസാനം ഓടി നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു കട ഞങ്ങളുടെ അടയ്ക്കുന്നിടം വരെ വെച്ചാൽ അനീഷേട്ടൻ ഇഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ സൈസ് കിട്ടുന്നില്ല. നമുക്ക് ഈ ആണുങ്ങളുടെ കേസ് വരുമ്പോഴത്തേക്കിനെ കസ്റ്റമൈസേഷൻ അല്ലാതെ നമുക്ക് കിട്ടുന്നില്ലല്ലോ. സൈസിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ്സ് എടുക്കുമ്പം കൂടുതലും എന്നാ സംഭവം എന്ന് വെച്ചാൽ ഇവിടേക്ക് ഇറങ്ങി വരും. ഇവിടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് മുഴുവൻ പോകും. അപ്പം നമുക്ക് ഇവിടേക്ക് ഇരിച്ചിട്ട് ലൂസ് ഇട്ട് ചെയ്യാം. അപ്പം എന്നാലും ഇങ്ങനെ കയറ്റി വെക്കാൻ, മടക്കി വെക്കണ്ട, ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കാൻ പറ്റുന്ന അത് ചെയ്യാം. കയറ്റി വെക്കുമ്പോൾ ഒരു ട്രിക്ക് ഉണ്ട്, അറിയാവോ? അതെനിക്കറിയത്തില്ല. ആ ട്രിക്ക് പറഞ്ഞ ഞാൻ എന്റെ ഓൺ മെയ്ഡ് ട്രിക്കാണ്. വേറൊന്നുമല്ല, ഇതിപ്പോ ഇങ്ങനെ ചുരുണ്ട് കിടക്കുമായിരിക്കുമല്ലോ. അപ്പൊ ഒരു റബ്ബർ ബാൻഡ്, കുറച്ച് വലിയൊരു റബ്ബർ ബാൻഡ് എടുക്കുക. റിബണോ നമ്മുടെ ഇപ്പൊ തലയിലിടുന്ന ബണ്ണുണ്ടല്ലോ അത് എടുക്കുക. എന്നിട്ട് ഒരു സെറ്റ് അതിനകത്ത് കയറ്റിട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇത് എപ്പോഴും ഈ സാധനം താഴെ ഇറങ്ങി പോകത്തില്ലേ, അപ്പം വെളിയിൽ അത് കാണത്തുമില്ല, ഈ സാധനം മുകളിലോട്ട് കിടക്കും. താങ്ക് യു. ഓക്കെ ഗൈസ്, ഇത് ഗ്രൂമിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ഹാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് ഇവരുടെ കുർത്തയ്ക്ക്, എല്ലാവരുടെ കുർത്തയ്ക്ക് ഞാൻ ബാൻഡിൽ കൂടെ നടക്കുമായിരുന്നു. എല്ലാവർക്കും ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് ശരിക്കും എവിടുന്നെങ്കിലും കണ്ടുപിടിച്ചു? അല്ലല്ല, ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് അനീഷേട്ടന് ഞാൻ എൻഗേജ്മെന്റ് നിന്ന സമയത്ത് അനീഷന്റെ എപ്പോഴും ഇത് കയ്യിൽ നിന്ന് പോകും. അപ്പൊ അനീഷന് ഇത് കയറ്റി ഇടാൻ ഓർക്കുന്നുമില്ല. പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഞാനാണെങ്കിൽ ഉണ്ണിച്ചേട്ടനാണെങ്കിലും പിന്നെ ഞാൻ കയറ്റി ഇടും ഇടയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു കയറ്റിയിടും, കുറച്ചുകൂടെ ഇറങ്ങിപ്പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇനി അടുത്ത പ്രാവശ്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റും. ചുമ്മാ ആലോചിച്ചിട്ട് എൻ്റെ ഒരു കസിന്റെ കല്യാണത്തിന് ആദ്യം നമ്മളത് ചെയ്തത്. അപ്പം ഈ റിബൺ ആകുമ്പോഴത്തേക്കിന് കുറച്ചൊരു വലിയ റിബൺ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിടന്നോളൂ. അത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ആലോചിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടിയേനോ. വേറെ ഉണ്ട്, വേറെ എക്സ്ക്ലൂസീവ് ഹാക്കുകളുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് തൽക്കാലം മെഷർമെന്റ് എടുക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ ഷർട്ട്, കുർത്ത എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് പോയിട്ട് നേരെ ഇനി കാർഡ് നോക്കണം. മെയിൻ ആയിട്ടുള്ള സാധനം ആരെയും വിളിച്ചു തുടങ്ങിയിട്ടില്ലേ, കാർഡ് അടിക്കാനുണ്ട്. അപ്പം കാർഡൊക്കെ നോക്കിയിട്ട് വരാം. അപ്പം എല്ലാം അടിപൊളിയാക്കി ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കാർഡ് സെലക്ട് ചെയ്തു. ഞാൻ കാർഡ് നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ ഇവിടുത്തെ ചേട്ടനോട് എനിക്ക് വീഡിയോ എടുത്തോട്ടെ എന്ന് പോലും ചോദിക്കാൻ പറ്റില്ല. പുള്ളി ഭയങ്കര ഇങ്ങനെ ടഫായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല ഗൈസ്. നമ്മുടെ കാർഡ് ഇതിനകത്ത് ഒരാൾക്കാരുടെ പേരൊക്കെ ഉണ്ട്. ദേ ഈ ഒരു കാർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാരാന്ന് പോലും എനിക്കറിയത്തില്ല. അവിടെ ഒരു കാർഡ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഓർഡർ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് തലേദിവസമൊക്കെ നമുക്ക് കുറച്ച് ഫാൻസി ആയിട്ടുള്ള ജ്വല്ലറീസ് അല്ലേ നമ്മൾ വേറെ ചെയ്യുന്നത്. അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു മാസി ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് തലേദിവസം ജ്വല്ലറീസ് എടുത്തത് ഇവിടെ നിന്നായിരുന്നു. നമ്മൾ വെറുതെ ഈ ഫാൻസി ടൈപ്പ് ജ്വല്ലറീസ് എല്ലാം വാങ്ങിച്ച് മറ്റേ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റേ ഹെവി ആയിട്ടുള്ളതൊക്കെ നമുക്കധികം യൂസ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ, അഞ്ചേച്ചി, നന്ദു എല്ലാവരും ഇവിടെ നിന്നായിരുന്നു എടുത്തത്. അപ്പോൾ നമ്മൾ തലേദിവസത്തെ ഡ്രസ്സ് ഓൾറെഡി ഫിക്സ് ചെയ്തു, കളറും ഒക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ജ്വല്ലറീസ് ഉണ്ടോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പോകാം ഗൈസ്, കം ഓൺ.
ചേച്ചി നമുക്ക് തലേദിവസത്തെ പരിപാടിക്കാം. അപ്പൊ ഈ ഒരു ഗ്രീൻ കളർ, ഒരു ബോട്ടിൽ ഗ്രീൻ കളർ വരുന്ന രീതിയിലുള്ള നെക്ക് പീസസോ ഇയറിങ്സ് ചുട്ടി നോക്കാം നമുക്ക്. എല്ലാം കൊണ്ട് സെറ്റായിട്ട് അല്ലേ? സെറ്റായിട്ടോ അല്ലാതോ എങ്ങനെയാന്ന് വെച്ചാൽ. ഓക്കെ ഓക്കെ. ഇത് കുറച്ചൊരു സിമ്പിൾ ഒരു സ്റ്റോൺ മാത്രം വരുന്ന രീതിയിൽ അല്ലേ? കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ളത് നോക്കുന്നുണ്ടോ? ഒത്തിരി ഹെവി വേണ്ട, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത് മതി. ബിക്കോസ് നമ്മുടെ ഡ്രസ്സ് കുറച്ച് ഹെവിയാ. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഭയങ്കര ഹെവി വേണ്ട. ഓക്കെ. ഇത് വേണേ ഇങ്ങനെ വെക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ച് ഹൈറ്റ് ചെയ്താല് ചോക്കർ ടൈപ്പായിട്ട് ഇങ്ങനെ ആയിട്ട് വെക്കാൻ പറ്റും. നല്ലതാണ്. തിരിഞ്ഞോ? സെറ്റാ. സെറ്റാണ്. ഇതിന്റെ കമ്മലുണ്ടോ? ജസ്റ്റ് ഒരെണ്ണം ഊരിയിട്ട്. ചുട്ടി ഉണ്ടോ ഇതിന്? ഉണ്ടോ? ആ, ചെറിയ ചുട്ടി. സാധാരണ എപ്പോഴും വലിയ ചുട്ടിയെ കിട്ടാറുള്ളൂ. സാരിയാണ് അല്ലല്ലോ? അല്ല, ലെഹങ്ക. ലെഹങ്കയല്ലേ? നന്നായിട്ട് സൂട്ട് ആവുന്നുണ്ട്. ചെറിയ ചുട്ടി. ചെയിൻ മുടിക്കകത്ത് പോവുമല്ലോ, എടുത്ത് നിക്കത്തില്ല. ഇത്ര ഇങ്ങനെ വരത്തുള്ളൂ. നമുക്ക് ഈ ഡ്രസ്സിന്റെ കൂടെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഓവറായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ ശരിക്കുള്ള ഡ്രസ്സ് വന്ന് മേക്കപ്പും ഒക്കെ വരുമ്പോഴത്തേക്കിന് കറക്റ്റ്. പക്ഷെ നല്ല എടുപ്പുണ്ട്. അമ്മ എവിടെ പോയി? ഇഷ്ടപ്പെട്ടോ? വേറെ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതും ഒക്കെ വെച്ച് നോക്കാം. വോട്ട് എങ്ങനെയാണ് ഗൈസ്? ഇത് നൈസ്. ഇതിനും ഇതുണ്ടോ ചേച്ചി? ചുട്ടിയുണ്ടോ? അതിന് ചുട്ടിയില്ല. ഇത് തന്നെ ഇട്ടാലും കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല. എനിക്ക് പക്ഷെ മറ്റേതും കൂടെ കുറച്ചുകൂടെ ഇങ്ങനെ ഒരു ഡിഫറെന്റ്, മറ്റേ കഴുത്തിൽ കുറച്ചൊരു വൈഡൊക്കെ ആണ്. നല്ല ഇതായിട്ട് കിടക്കും. എന്റെ ഡിസൈൻ വേറെ ഭയങ്കര ഒരു ലക്ഷറി ഡിസൈൻ പോലെ. അത് വേണ്ട ഒന്നുകൂടെ വെച്ചിരുന്നു. ഇതോടെ നോക്കിക്കോ. ഇതും ഗ്രീൻ ആണ്, പക്ഷെ വൈറ്റേല വരുന്ന ഏഡി കളക്ഷനാണ്. നമുക്കത് അയച്ചു കൊടുക്കാം. ഇത് കുറച്ച് ഡിമ്മായി പോവും. ഒന്നുകൂടെ വെച്ച് നോക്കി. ഇതാ നമ്മുടെ ഫേസിന് ചേരുന്നതാണ്. മറ്റേ കുന്തൻ ടൈപ്പ് വേണോ? ഇത് സൂപ്പർ അല്ലേ? ഇത് സൂപ്പറാ. അങ്ങനെ നമ്മൾ ജ്വല്ലറി ഒക്കെ ഏകദേശം സെലക്ട് ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സ് ബാക്കി ടോപ്പ് ചെയ്യാൻ നേരം അതും കൂടെ അയച്ചു കൊടുക്കാം. ബിക്കോസ് എൻ്റെ എൻഗേജ്മെൻറ്റ് അല്ല, എൻ്റെ തലേദിവസത്തെ ആ ഒരു പരിപാടിയുടെ സമയത്ത് ഞാൻ ഓൾറെഡി ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എനിക്കൊരു മാല ഇഷ്ടപ്പെട്ടു. പക്ഷെ അന്നേരത്തേക്കിന് ഓൾറെഡി ആ ടോപ്പുമായിട്ട് അത് മാച്ച് ആവുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ടോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള മാല സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ഔട്ട്ഫിറ്റ് ഫുള്ള് വരുമ്പോഴത്തേന് നല്ല രസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് ഏകദേശം ഒരു അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇനി ബാക്കി കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടാറ്റ ബൈ ബൈ, സീ യു. ഇന്ന് ഞാൻ നിങ്ങളെ ജിമ്മിൽ പോകുന്നൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ജിമ്മിലൊക്കെ പോകാനുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ അർജുൻ ട്രെയിനർ വിളിച്ചിട്ട് വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇന്ന് കാണിക്കുന്നില്ല. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടാറ്റ ബൈ ബൈ, സീ യു.